കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് എൻ്റെ ഒരു മാനസിക നില ഒട്ടുമേ ശരിയല്ലാത്തതിൻ്റെ ഒരു തെളിവാണ് ഇതാ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ അടുക്കളയുടെ കോലം കണ്ടോ? എന്തൊക്കെയാണ് ഞാനിവിടെ ചെയ്ത് കൂട്ടിയിരിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഈ ഒരു വീഡിയോ എന്തിനാണ് എടുത്തെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എങ്ങനെ ഒരു വീടിനോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നോർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛവും വെറുപ്പും തോന്നുന്നു കേട്ടോ. ദാ മന്തി വാങ്ങിച്ചത്, കറി ഇരിക്കുന്നതിനകത്ത് പാത്രം ഇട്ട് വെച്ചേക്കുന്നു, ഇത് വേറെ ഏതാണ്ട് സാധനം, പിന്നെന്താണ് എന്തൊക്കെയോ കാര്യങ്ങൾ കേട്ടോ. ആ പാത്രങ്ങളൊക്കെ കണ്ടോ? ഒരു മൈൻഡ് കംപ്ലീറ്റ്ലി സോൺ ഔട്ടായ ടൈമാണ് കേട്ടോ. പച്ചക്കറി എടുത്ത് വെച്ചിട്ടില്ല. ഇതൊക്കെ അവശിഷ്ടങ്ങളാണ്. ഇതൊക്കെ എപ്പോൾ വാങ്ങിച്ചെന്ന് പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ക്ലൂ ഇല്ല കേട്ടോ. ഇതൊക്കെ ഒരു മോശം പ്രവണതയാണ്. നമ്മളുടെ മൈൻഡ് റെഡിയല്ല എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു റൈറ്റും ഇല്ല. ബിക്കോസ് നമ്മളാണ് നമ്മുടെ ക്യാപ്റ്റൻ അല്ലേ? നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഓരോ പ്രോബ്ലത്തിനും സൊല്യൂഷൻ എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ ഞാൻ ഈ ഒരു ഏരിയ ഇവിടെ തുടങ്ങി ഇവിടുന്ന് ഇവിടം വരെ ആദ്യം ക്ലിയർ ആക്കും. അതിനുശേഷം ഞാൻ ഈ തവികളും കാര്യങ്ങളും എല്ലാം എടുത്ത് അതിൻ്റെ കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുവച്ച് അത് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വെക്കണം. ഇതൊക്കെ അഴുക്കാണ് കേട്ടോ, ഇവിടെയൊക്കെ നല്ല അഴുക്കുണ്ട്. അപ്പോൾ അതെല്ലാം റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഒരു അടിച്ചുമാറ്റം ചെയ്തിട്ട് ഒരു വൃത്തിയാക്കൽ കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ഈ കുഞ്ഞു ബൗൾസും കാര്യങ്ങളും എല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഒന്ന് സെറ്റാക്കി കഴുകിയത് എല്ലാം തുടച്ചിട്ട് ഇവിടെ ഒന്ന് റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അയ്യോ ഇത് അടങ്ങിയില്ല. ഓക്കെ, ഇനി കുഞ്ഞു ഗ്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഈ ക്യാബിൻസൊക്കെ എത്ര പൈസ കൊടുത്ത് ചെയ്തതാണെന്നറിയാമോ? അപ്പം അതൊക്കെ ഇങ്ങനെ ഇടാൻ പാടില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ഏറിയാണ്, ഇനിയിപ്പോൾ ഈ കവറ് കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ. അപ്പം അതാണ് അടുത്ത സ്റ്റെപ്പ്. എന്തിനോ വേണ്ടി വാങ്ങിച്ചൊരു കുപ്പിയാണ്, വെള്ളം പോലും അതിനകത്ത് നിറയ്ക്കുന്നില്ല, വെറുതെ ഷോ പീസ് പോലെ വെച്ചേക്കുകയാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പം അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് തുടങ്ങാൻ പോവാണ് കേട്ടോ. ഓക്കെ, അതും ഏകദേശം ക്ലിയർ ആക്കിയിട്ടുണ്ടല്ലോ. ആ തറ കിടക്കുന്നത് കണ്ടോ നിങ്ങൾ? എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഓക്കെ, അപ്പം ഏകദേശം ഒരു ചെറിയ പോസിറ്റിവിറ്റി കയറാൻ തുടങ്ങി. ഇനിയും ഇതൊന്ന് സെറ്റാക്കി കഴിയുമ്പോൾ നമ്മൾ റെഡി മണി മുണ്ടക്കയം. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഒന്ന് വേഗം ഞാനൊന്ന് റെഡിയാക്കട്ടെ. ഇപ്പോൾ എൻ്റെ അടുക്കള എങ്ങനെയുണ്ട് എൻ്റെ പൊന്നു പിള്ളേരെ? നോക്കൂ, സി, ടോപ്പ് നോച്ച് എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. സി, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഐ എം ഹാപ്പി, ഐ എം സ്ട്രോങ്, ഐ ഡിഡ് ഇറ്റ്. സി, ഓരോ തവണയും നമ്മൾ മനസ്സ് റെഡിയാകുമ്പോൾ